കാലിക്കറ്റ് സർവകലാശാല പരീക്ഷാ ഭവനിൽ നിന്ന് ഭിന്നശേഷി വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസ് കാണാതായി. വീണ്ടും പരീക്ഷ എഴുതണമെന്ന് സർവകലാശാല പറയുന്നു. എന്തൊരു ഗതികേടാണ്! ഇങ്ങനെയുമുണ്ടോ ഒരു ക്രൂരത? വെള്ളിമാടുകുന്നിലെ JDT കോളേജിലെ BCom ഫിനാൻസ് 6ാം സെമസ്റ്ററിന് പഠിക്കുന്ന വടകര സ്വദേശി മുനവർ P മഫാസിന്റെ ഉത്തരക്കടലാസാണ് കാണാതായത്. 3ാം സെമസ്റ്റർ പരീക്ഷയുടെ ബിസിനസ് റെഗുലേഷൻ എന്ന പേപ്പർ കാണാതായതിൽ വീണ്ടും പരീക്ഷ എഴുതണമെന്നാണ് സർവകലാശാല അധികൃതർ മുന്നോട്ട് വച്ച നിർദ്ദേശം. എന്നാൽ തൻ്റേതായ കാരണം കൊണ്ടല്ല ഉത്തരക്കടലാസ് കാണാതായതെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തന്നെ വിജയിപ്പിക്കണമെന്നും ഭിന്നശേഷിക്കാരനായ മുനവർ സർവകലാശാലയോട് ആവശ്യപ്പെട്ടു. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വിദ്യാർത്ഥി കോഴിക്കോട് ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. കഴിഞ്ഞ വർഷം ജനുവരിയിൽ നടത്തിയ BCom 3ാം സെമസ്റ്റർ പരീക്ഷയുടെ ഫലം വന്നപ്പോൾ 5ൽ 3 പേപ്പറുകൾ ജയിച്ചതായാണ് മുനവർ സൈറ്റിൽ കണ്ടത്. പരീക്ഷാ ഭവനിലെത്തി അന്വേഷിച്ചതോടെ 4ാമതൊരു പേപ്പർ കൂടി പാസ്സായതായി കണ്ടു. ബിസിനസ് റെഗുലേഷൻ എന്ന പേപ്പർ അതിൻ്റെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിനാലാണ് സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാനും നിർദ്ദേശം കിട്ടിയത്. എന്നാൽ ഈ മാസം 16-ന് നടന്ന സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാതെ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഈ വിദ്യാർത്ഥി. സ്വന്തമായി എഴുതാൻ കഴിയാത്തതിനാൽ സ്ക്രൈബിൻ്റെ സഹായത്താലാണ് മുനവർ പരീക്ഷ എഴുതിയിരുന്നത്. സ്ക്രൈബിനെ വെച്ച് എഴുതുന്നവരുടെ ഉത്തരക്കടലാസ് വേറെയാണ് സർവകലാശാല പരീക്ഷാ ഭവനിലേക്ക് അയക്കാറുള്ളത്. മുനവറിൻ്റെ പേപ്പർ 31732 എന്ന കോഡുള്ള ചോദ്യപേപ്പറിനൊപ്പം JDTയിൽ നിന്ന് അയച്ചിരുന്നു. എന്നാൽ പരീക്ഷാ ഭവനിൽ നിന്ന് ഇത് കാണാതായി. മുനവറിന് 75%-ലധികം അംഗവൈകല്യമുണ്ട്. വലത് കണ്ണിന് 40% കാഴ്ചക്കുറവും വലത് കൈക്ക് ബലക്ഷയവുമുണ്ട്. ഓർമ്മശക്തിയും കുറവാണ്. ഇപ്പോൾ 6ാം സെമസ്റ്ററിൽ പഠിക്കുന്നു. SFIക്കാരന് മാർക്ക് ദാനം നൽകിയതിനെ മാനുഷിക പരിഗണനയെന്ന് വിശേഷിപ്പിച്ച ഇടത് സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ വാദം നിലനിൽക്കെയാണ് ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥിയോട് സർവകലാശാല ഈ ക്രൂരത കാട്ടുന്നത്. ഇതിനെതിരെ പരക്കെ പ്രതിഷേധമുയർന്നിരിക്കുകയാണ്.